ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്, ലോങ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസമായെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പനിയായിരുന്നു, നല്ല ചുമയുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് പേർക്കറിയാം നമ്മൾ വേറൊരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ്, അപ്പോൾ ആ ചാനലിൽ ട്രാവൽ വ്ളോഗ്സ് ആണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം സൗണ്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നല്ല കട്ട കറുപ്പാക്കി വയ്ക്കാമെന്നുള്ളതാണ്. അതിപ്പോൾ കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ നോർമലി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു എന്താ പറയുക ഒരു എണ്ണയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നരയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അല്ലേ? അപ്പോൾ ഈ നരയ്ക്കണമെങ്കിൽ പ്രായമാണെന്നൊന്നും ഇല്ല ഇപ്പോൾ. അതിനൊക്കെ ഒരു പരിഹാരം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചാണ് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? കെമിക്കൽ ഡൈ എന്ന് പറയുന്നത് ഒന്ന്, അധികം നാൾ നിൽക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സ്കിന്നിന് കേടാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒക്കെ കേടാണ്. ചിലർ പറയുന്നത്, അതായത് ചില ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കിഡ്നിക്കും ലിവറിനും ഒക്കെ ഭയങ്കര ഡാമേജ് ആക്കുന്ന ഒന്നാണ് ഈ കെമിക്കൽ ഡൈ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുടി തഴച്ചു വളരുന്നതിനും മുടി നല്ല രീതിയിൽ കറുപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ കുറേ എളുപ്പ വഴികളുണ്ട്. അതിൽ ഒരു രഹസ്യക്കൂട്ടാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ആ രഹസ്യക്കൂട്ട് എന്താണെന്ന് കാണണമെങ്കിൽ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണണം. അതുപോലെ തന്നെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത വീഡിയോസ് എന്തിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ രഹസ്യക്കൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ദിവസവും ഉപയോഗിച്ചാൽ ഏത് പ്രായത്തിലുള്ളവരുടെ ആണെങ്കിലും മുടി നല്ല കട്ട കറുപ്പാകും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അത്രയും നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. ഇനി ഇതിന് നമ്മൾ ഏതെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 3 സാധനങ്ങൾ മതി. ആദ്യത്തെ സാധനം എന്ന് പറയുന്നതാണ് ഒരു 100 മില്ലി കടുകെണ്ണയാണ് വേണ്ടത്. 100 മില്ലിയാണ് വേണ്ടത്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 100 മില്ലി കടുകെണ്ണയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാവാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഈ മഞ്ഞൾപ്പൊടി ഒരു കറുത്ത നിറം ആവുന്നിട വരെ വേണം ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇനി ഇത് ആറിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ചൂടായ ഈ എണ്ണ നമുക്കൊന്ന് ആറിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നല്ല തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു എണ്ണ ഒന്ന് ഒരു നല്ല കോട്ടൺ തുണിയൊക്കെ കൊണ്ട് ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് നമ്മൾ അതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രകൃതിദത്തമായ ഡൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. ഈ ഒരു എണ്ണ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥിരമായി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ തലയിൽ പുരട്ടിയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പ്രകൃതിദത്തമായ ഓയിൽ
ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് മുടി ഒന്ന് കഴുകിക്കളയണം. അങ്ങനെ കഴുകിക്കളഞ്ഞതിന് ശേഷം ഇതൊരു 3 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കും. അതുപോലത്തെ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.